അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം. ഇന്ന് വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രിൻസ് കെ ജോൺസൺ അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന്, വിടുതലിന് കാരണമായി തീരേണ്ടതിന്, ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായി തീരേണ്ടതിന് നമുക്കേവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അതല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രിൻസ് കെ ജോൺസൺ അവരുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. കർത്താവിന്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം അരോമ ടി വിയുടെ മാധ്യമത്തിൽ കൂടെ എൻ്റെ ജീവിതത്തിലെ ചില സാക്ഷ്യങ്ങളും ദൈവം എനിക്ക് ചെയ്ത ചില നന്മകളുമൊക്കെ നിങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ തക്കണം സ്വർഗം എനിക്ക് നൽകി തന്ന നല്ല സമയത്തിനായി ഞാൻ സകല ബഹുമാനവും കർത്താവിന് അർപ്പിക്കുകയാണ്. അതോടൊപ്പം എന്നെ ഇതിലേക്ക് ക്ഷണിച്ച മാന്യ കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ, വന്ദനത്തെ ആദ്യമായി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളേവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി തന്നെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ നാളുകളൊക്കെയും സ്വർഗത്തിലെ ദൈവം നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായിരിക്കുന്ന കരുതലിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന ഒരു നിമിഷം നന്മകൾക്കായി ഇത് കർത്താവിനെ നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ നല്ല കർത്താവെ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ സമയത്ത് കർത്താവെ, അടിയന് ഇപ്രകാരം ഇവിടെ ദൈവവയലേക്കായി, ദൈവനന്മയ്ക്കായി കർത്താവെ അടിയന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ പ്രകീർത്തിക്കുവാൻ തക്കണം നൽകി തന്ന സമയത്തിനായി സ്തോത്രം. കേൾക്കുന്ന തന്റെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. അത് ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അങ്ങയുടെ നാമത്തിന് മഹിമ ഉണ്ടാകുവാൻ ഇടയാകണം. മഹത്വം എടുത്താട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആദ്യമേ തന്നെ ഞാൻ എൻ്റെ പേര് പാസ്റ്റർ പ്രിൻസ് കെ ജോൺസൺ എന്നാണ്. കേരളത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് തിരുവല്ലായിൽ അഴിയിടത്തുര മേപ്രാൽ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് എൻ്റെ ജനനമുണ്ടായത്. എൻ്റെ പിതാവ് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇന്ത്യ ചർച്ചിന്റെ ഒരു ദൈവദാസനായിരുന്നു. ഞാൻ 1980 മെയ് മാസം 15-ാം തീയതിയാണ് എൻ്റെ ജനനമുണ്ടായത്. ഒരു സുവിശേഷകന്റെ ഭവനത്തിലെ ആദ്യ പൈതലായിട്ട് ജനിപ്പാൻ കർത്താവ് എനിക്ക് അവസരം നൽകി തന്നു. ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ പിതാവ് ചർച്ച് ഓഫ് ഗോഡിന്റെ ശുശ്രൂഷകനായി ഏറിയ നാൾ കർത്താവിന്റെ വേലയിലായിരുന്നു. 37 വർഷത്തോളം കർത്താവിന്റെ വേലയിലായിരുന്ന കർത്താവിന്റെ ദാസൻ എൻ്റെ പിതാവ് 2012 താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എൻ്റെ മാതാവും 2 വർഷം മുമ്പ് വിശ്വാസത്തോടെ ജീവിച്ച് താൻ പ്രിയം വെച്ച കർത്താവിൽ ചേർന്നു. അങ്ങനെ സുവിശേഷകനായിരിക്കുന്ന ഒരു ദൈവദാസന്റെ കുടുംബത്തിൽ അവരുടെ 3 മക്കളിൽ ഏറ്റവും മൂത്തവനായി ഞാൻ ജനിപ്പാൻ ഇടയായി തീർന്നു. എൻ്റെ ജീവിത സാക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ തുടക്കം മുതൽ ഉള്ള വിഷയങ്ങളെ പറയുന്നതായിരിക്കും അതിൻ്റെ ഒരു അഭികാമി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത്, എൻ്റെ മാതാവ് എന്നെ കൺസീവ്ഡ് ആയിരിക്കുന്ന സമയത്ത് 3 പ്രാവശ്യം എൻ്റെ അമ്മ വീഴുവാനിടയായി. അന്ന് സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ വളരെ ദൂരങ്ങളിൽ അനേക ഇന്റീരിയർ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു അവർക്ക് സഭാ ചാർജുകൾ ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ യാത്രാ മാധ്യമങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ കൂടുതലും കാൽനടയായി യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ യാത്രയുടെ നടുവിൽ 3 പ്രാവശ്യം എൻ്റെ മാതാവ് വീഴുവാനിടയായത്. ഈ 3 പ്രാവശ്യത്തെ വീഴ്ചയുടെ നടുവിൽ എൻ്റെ മാതാവിന് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അത് വളരെ ക്രിട്ടിക്കലായി മാറി. ഇന്നത്തെ പോലെ മെഡിക്കലി അഡ്വാൻസ്ഡ് ഒന്നും അല്ലായിരുന്ന ഒരു സമയമായിരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായി മാറിയപ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത്
ബെറ്റർ ടു ഗോ ഫോർ അൻ അബോർഷൻ. പക്ഷെ അന്ന് അബോർഷൻ എന്നുള്ള വിഷയം വളരെ ഗംഭീരമായി മനുഷ്യർ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അങ്ങനെ എൻ്റെ മാതാവും പിതാവും അവര് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. കാരണം അത് ഡോക്ടർ അവരോട് പറഞ്ഞത്, ഈ കുഞ്ഞ് ജനിച്ചാൽ ഒരുപക്ഷെ അംഗവൈകല്യമത്തോടോ മറ്റെന്തെങ്കിലും ശാരീരിക ഭിന്നശേഷിയോടുകൂടി ആയിരിക്കും പൈതൽ ജനിപ്പാൻ ഇടയുള്ളത്. നിങ്ങൾക്ക് ഇത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു അബോർഷന് തയ്യാറെടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ എൻ്റെ പിതാവും മാതാവും അവർ ദൈവസ്ഥനിൽ തീരുമാനമെടുത്തു. ഞങ്ങൾക്ക് ലഭിക്കുന്ന പൈതൽ യാതൊരു വിധമായിരിക്കുന്ന ശാരീരിക വിഷമതകളില്ലാതെ ഞങ്ങൾക്ക് ലഭിച്ചാൽ കർത്താവെ, ഞങ്ങൾ ആ പൈതലിനെ അങ്ങയുടെ വേലയ്ക്കായി സമർപ്പിച്ചു കൊള്ളാം. അങ്ങനെ എൻ്റെ ജനനത്തിന് മുമ്പ് ഞാൻ ഈ ലോകത്തിൽ ജനിച്ചു വീണാൽ പോലും ഒരു അപക്വതയുള്ള വൈകല്യമുള്ള ഒരു പൈതലായി ജനിക്കുമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയാണ് എനിക്കുള്ള ജന്മം തയ്യാറായത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കേട്ട് അവരുടെ തീരുമാനത്തെ മാനിച്ച് യാതൊരുവിധ വൈകല്യങ്ങൾ കൂടാതെ സ്വർഗം എനിക്ക് ഈ ഭൂമിയിൽ ജന്മമെടുക്കുവാൻ അവസരം നൽകുന്നത്. അങ്ങനെ എൻ്റെ ഭവനത്തിൽ ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ 3 മക്കളാണ്. ഏറ്റവും മൂത്തത് ഞാൻ. എൻ്റെ സഹോദരങ്ങളായി എനിക്ക് താഴെ ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. സഹോദരനും ഫാമിലിയും UK കുറെ നാളുകളായി അവർ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. എനിക്ക് ഉള്ള സഹോദരി, അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും അവരുടെ കുഞ്ഞുങ്ങളും ഡൽഹിയിൽ തന്നെ ഒരു കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അവരായിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ കർത്താവിൽ വിശ്രമിച്ചിരിക്കുന്നു. എനിക്ക് വൈഫും 2 കുട്ടികളും ദൈവം ദാനമായി തന്നിട്ടുണ്ട്. വൈഫിന്റെ പേര് റൂബി എന്നാണ്. മൂത്ത മകൾ 17 വയസ്സ് കംപ്ലീറ്റ് ആയി +2 പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇളയ മകൾക്ക് 11 വയസ്സ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ഞാൻ ഈ ഭൂമിയിൽ ജനിക്കരുത്, അല്ലെങ്കിൽ എനിക്കൊരു ജന്മം ഇല്ല എന്ന ശത്രു ആദ്യമേ എനിക്കെതിരെ വിധി എഴുതിയിട്ടുണ്ടെങ്കിലും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു എന്നുള്ള ദൈവവചനപ്രകാരം സ്വർഗത്തിലെ കൃപ അടിയനോട് കൂടി ഇരുന്നത് കൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ ജനിപ്പാൻ സ്വർഗം അവകാശം നൽകുന്നു. എൻ്റെ പിതാവിന്റെ സഭാ ശുശ്രൂഷ വേളകളിൽ ഓരോ 2 വർഷം കൂടുമ്പോഴും സഭയുടെ ചാർജ് നിമിത്തം ട്രാൻസ്ഫർ ആയി പോകുന്നതിനാൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിയുന്ന സമയമായപ്പോഴത്തേക്കും ഏകദേശം 7 സ്കൂള് കവർ ചെയ്തു. അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രിയുടെ വിദ്യാഭ്യാസത്തിനായി ആഗ്രഹിച്ചു. തിരുവല്ല മർത്തോമ കോളേജിൽ അഡ്മിഷൻ എനിക്ക് തരപ്പെട്ടു. പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എനിക്ക് ഒരു സബ്ജക്റ്റിന്റെ ക്ലിയറൻസ് ആവശ്യമായി വന്നതുകൊണ്ട് അത് ക്ലിയർ ചെയ്യുന്ന സമയത്തേക്ക് ഞാൻ ITIയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചു. കാരണം എൻ്റെ ഡൽഹിയിലുള്ള എൻ്റെ റിലേറ്റീവ്സ് അവർ എനിക്കായി ഒരു ജോബ് ഓഫർ ചെയ്തിരുന്നു നോർത്ത് ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ജോലിയോടുള്ള ബന്ധത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ചു. ITIക്കായി ഞാൻ ഡൽഹി പോകണം എന്നുള്ള ചിന്തയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വലിയപ്പച്ചൻ, എൻ്റെ പപ്പയുടെ പപ്പ മരിപ്പാനിടയായി തീർന്നു. ഞാൻ അവരുടെ കൂടെ നിന്നായിരുന്നു ആ സമയം പഠിക്കുന്നത്. എന്നാൽ എൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ കൂടെ ഞാൻ കുറച്ച് നാൾ നിന്ന് പഠിപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ ഇളയ ആൻറ്റി അവര് എൻ്റെ അമ്മച്ചിയെ ഡൽഹിയിലേക്ക് കൊണ്ടുവരുവാനിടയായി. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം ഇടയ്ക്കൊന്ന് മുറിഞ്ഞു. എന്നാൽ ഈ സമയത്ത് നടന്നത്, ഞാൻ ഏകദേശം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1994 ഫെബ്രുവരി മാസം 24-ാം തീയതി ഞങ്ങളുടെ ചർച്ചിൽ നടക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ, 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ, ആ സഭകളിൽ ആരാധനയിൽ നിരന്തരമായ ദിവദാസന്മാർ കടന്നു വരികയും വചന ശുശ്രൂഷകളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ വചന ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസന്റെ സ്വർഗവും നരകവും എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ആ പ്രസംഗ ഭാഗം എന്നെ സ്പർശിച്ചു. ഞാൻ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകുകയില്ല എന്നൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ വെളിപ്പെടുവാനിടയായി. ഒരു പാസ്റ്ററുടെ മകനായി ജനിച്ചു എങ്കിൽ തന്നെയും ഞാൻ സ്വർഗത്തിൽ പോകുകയില്ല എന്നുള്ളൊരു ഭീതി ചിന്ത എന്നെ ഭരിച്ചു. അന്ന് രാത്രി ആ വചനത്തിന് മുമ്പാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചു. 1994 ഫെബ്രുവരി മാസം 27-ാം തീയതി ഇരവിപേരൂർ ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാനിടയായത്. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഞാൻ +2 പ്രീ ഡിഗ്രി പഠിക്കുന്നു.
പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജ് ചെല്ലുമ്പോൾ എനിക്ക് അവിടെ ഞാൻ മറ്റു കൂട്ടുകെട്ടുകളിൽ സുഹൃത്ത് ബന്ധങ്ങളിലായിപ്പോയി ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അല്പാൽപമായി പുറകോട്ട് മാറുവാനിടയായി തീർന്നു. ആ സമയത്ത് മർത്തോമ കോളേജിൽ ICPF-ന്റെ പ്രവർത്തനങ്ങൾ വളരെ ധാരാളമായി നടക്കുന്നുണ്ട്. ICPF-ന് മുൻനിര നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ദേവദാസന്മാർ ഒന്ന് രണ്ട് പേര് മർത്തോമ കോളേജിലെ ടീച്ചേഴ്സ് ആയിരുന്നു. എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന വിശ്വാസികളായ കുഞ്ഞുങ്ങൾ എന്നെ പലപ്പോഴും ഉപദേശിക്കുകയും നീ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ഉപദേശം കേൾക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കൂട്ടിൽ നിന്ന് മാറുവാനിടയായി. എന്റെ കൂട്ടുകാർ മുഴുവനും ക്രൈസ്തവരല്ലാത്തവരുമായിട്ടായിരുന്നു എന്റെ കൂട്ട്. സ്കൂളിൽ നിന്നും അച്ചടക്കപരമായിരിക്കുന്ന മാതാപിതാക്കളുടെ ആ അച്ചടക്കത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആ സ്വാതന്ത്ര്യത്തെ ഞാൻ അല്പമായി ദുർവിനിയോഗം ചെയ്തു. രണ്ടാമത് എന്നെ ഭരിച്ചിരുന്ന ഒരു ചിന്ത, ഞാനിപ്പോൾ അത് ബാലിശമായി ചിന്തിക്കുന്നു എങ്കിലും എത്ര പേര് എന്നെ ഇത് കാണുന്നവർ ആ നിലയിൽ ചിന്തിക്കുമെന്ന് അറിയത്തില്ല. ഞാൻ ചർച്ചകളിൽ കടന്നു ചെല്ലുമ്പോൾ കടന്നു വരുന്ന ദേവദാസന്മാർ തങ്ങളുടെ സാക്ഷ്യങ്ങളെ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർ സാക്ഷ്യത്തിൽ കൂടുതലായി പറയുന്നത് അവർ വിശ്വാസത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് അവർ എങ്ങനെയായിരുന്നു, അവരുടെ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പിലുള്ള ജീവിതത്തിലെ അവരുടെ ജീവിത ശൈലികളെ എത്രയും പുകഴ്ത്തി കാണിക്കാമോ അത്രത്തോളം അവർക്ക് ജനത്തിന് ഇടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാകും. ഇത് കണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ വിചാരിച്ച് ഇനി എങ്ങാനും പാസ്റ്റർ ആയി കഴിഞ്ഞാൽ ഞാൻ എന്തോ സാക്ഷ്യം പറയും. കാരണം ജനിച്ചു വളർന്നത് ഒരു പാസ്റ്റർ വീട്ടിൽ അച്ചടക്കത്തിൽ വളർത്തി പാപം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടില്ല. ഞാൻ എന്ത് സാക്ഷ്യം പറയും? ഇതായിരുന്നു എന്നെ ചിന്തിപ്പിക്കുന്നത്. അപ്പം സാക്ഷ്യം പറയാൻ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ചിന്തക്കാരനായിട്ട് ഞാൻ മാറി. ഇത് ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അത് ബാലിശമെന്ന് തോന്നാം. പക്ഷെ അന്ന് ഞാൻ വളരെ സീരിയസ് ആയി അങ്ങനെ തന്നെ ചിന്തിച്ച ഒരാളാണ്. അങ്ങനെ ഞാൻ ആ കൂട്ടുകെട്ടുകളിലേക്ക് അകപ്പെട്ടു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വളരെ പതുക്കെ പതുക്കെ മാറി. എന്നാൽ ദൈവം എന്നെ മുന്നേ കണ്ടിരുന്നത് കൊണ്ട് കർത്താവിന് എന്നെ പിടിപ്പാൻ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസത്തിൽ ദൈവം ഒരു തടസ്സമിട്ടു. ഞാൻ ITIയുടെ മേഖലയിലേക്ക് തിരിഞ്ഞ് ദൈവം അവിടെയും ഒരു ബ്ലോക്ക് എനിക്ക് ഇടുവാനിടയായി തീർന്നു. എൻ്റെ വലിയപ്പച്ചൻ്റെ മരണത്തോടു കൂടി അമ്മച്ചിയെ എൻ്റെ ആന്റിമാർ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ എങ്ങുമില്ലാതിരിക്കുന്ന ഒരു അനുഭവം. അങ്ങനെ നിർബന്ധത്താൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകാനിടയായി. ആ സമയത്ത് എൻ്റെ പപ്പ എറണാകുളം തലയോലപ്പറമ്പിനടുത്ത് ഇറുമ്പയം എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷ വേലയോട് അനുബന്ധത്തിലാണ്. ഞാൻ അവിടെ ചെല്ലുന്നുണ്ട്. പക്ഷെങ്കിൽ പുറത്തൊരാളും എല്ലാവരുടെ മുമ്പിൽ കാണപ്പെടുന്ന പ്രിൻസ് എന്ന് പറയുന്ന ആളും അകമയുള്ള പ്രിൻസും വളരെ അന്തരമുണ്ട്. ഞാൻ ആർക്കും പിടികൊടുക്കാതെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം 1998 സംഭവിച്ചു. ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ ഈ സാക്ഷ്യം ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ സാക്ഷ്യത്തിന് നിമിത്തമായിരിക്കുന്ന വ്യക്തി ഒരുപക്ഷെ ഈ വീഡിയോ പിന്നീട് കാണട്ടെ എന്ന് ദൈവത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ചർച്ചില് പപ്പയുണ്ട്, മമ്മിയുണ്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്ന് ഞാൻ അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് ഞാൻ അടുത്തുള്ള ഒരു ട്യൂഷൻ സെന്ററിൽ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത എക്സാംസ് എഴുതാൻ ഞങ്ങളുടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിൽ അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ പേര് ലിബിയ എന്നാണ്. ആ കുട്ടിക്ക് വളരെ പെട്ടെന്ന് രോഗമുണ്ടായി. ആ രോഗം ആ കുട്ടിയുടെ തലയ്ക്ക് വളരെയധികം വേദന ഉണ്ടാകും. നെറ്റിൽ ഒരു മുഴ വരുന്ന പോലെ അനുഭവം ഉണ്ടാകും. തലയ്ക്ക് വളരെയധികം വേദനയാവും. ഈ കുട്ടിയെ പല ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കാണിച്ചു. എങ്ങും ഈ കുട്ടിക്ക് എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവരെ അവസാനം റെഫർ ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റിന് ശേഷം ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലാക്കുന്ന ഡയഗ്നോസിസ് ചെയ്തിട്ട് ഈ രോഗം എന്താണെന്ന് അറിയാൻ പാടില്ല. പ്രാർത്ഥന വെച്ചപ്പോൾ ഈ കുഞ്ഞിന് ഒരു പൈശാചിക ഉപദ്രവം ഉണ്ടായി എന്നുള്ളത് വ്യക്തമായി. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. എങ്കിലും പിന്നീട് അല്പം വിഷയങ്ങൾ ബുദ്ധിമുട്ടായിട്ട് മാറി. ഞാൻ ആ വിഷയത്തെ ചുരുക്കി പറയുമ്പോൾ, ഞാൻ ആ ചർച്ചിൽ എൻ്റെ പപ്പയുടെ മമ്മയുടെ അടുക്കൽ ചെന്ന് താമസിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് വളരെ രോഗം മൂർച്ഛിച്ച് ഇതിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഈ കുട്ടി അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. ഈ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയിക്കോ, ഇനി ചെയ്യാനൊന്നുമില്ല, അതിന് വേണ്ട പരിചരണങ്ങളൊക്കെ ചെയ്യുക, അല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിനെ പറഞ്ഞു വിടുകയാണ്. എന്നാൽ ഇനി വീട്ടിൽ കൊണ്ടുപോയാലും ചെയ്യാൻ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ ആ കുട്ടിയെ നേരെ ചർച്ചിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു ദിവസം വൈകിട്ട് ഞങ്ങൾ എല്ലാവരും പുറത്തിരിക്കുമ്പോൾ ഈ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് ഈ കുട്ടിയുടെ പപ്പയും മമ്മിയും ചർച്ചിലേക്ക് കരഞ്ഞുകൊണ്ട് കയറി വരും.
അവർ പറഞ്ഞു, പക്ഷേ ഈ കുട്ടിയെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. ഇത് ജീവിക്കുകയാണെങ്കിൽ ഇവിടെ ജീവിക്കും, മരിക്കുകയാണെങ്കിൽ ചർച്ചിൽ കിടന്ന് മരിക്കും. അത് വലിയൊരു ബുദ്ധിമുട്ടായി, എല്ലാവർക്കും ഒരു പ്രയാസമായി. ചർച്ചിലെ പപ്പ, മമ്മി, വിശ്വാസികളെല്ലാം വളരെ പെട്ടെന്നുണ്ട് അവരെന്ന് അടുത്തല്ലോ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ തുടങ്ങി. ഒരു ദേവിദാസനെ ആ പ്രാർത്ഥനയുടെ നടുവിൽ വിളിച്ചു. അപ്പം വളരെ നിർബന്ധിത്താൽ പെട്ടെന്ന് എല്ലാവരും ഒരു ഒഫീഷ്യൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ഈ കുട്ടിയെ ചർച്ചിനകത്താണ് കിടത്തിയിരിക്കുന്നത്. അതിന് മാതാപിതാക്കൾ ഫുൾ ടൈം ചർച്ചിലുണ്ട്, വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാവരും ഇരിക്കുന്നു, എല്ലാവരും ഉപവസിക്കുക. അപ്പം അതിഥിയായിട്ട് വിളിക്കപ്പെട്ട ദേവദാസൻ പോലും താൻ കടന്നു വന്ന് ഈ കുട്ടിയുടെ സീരിയസ്നെസ് കണ്ടിട്ട് താനും ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ആ സഭയിലുണ്ട്, ആ സഭയിൽ പാസ്റ്ററുടെ മകനാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ പോലും ഞാൻ ദൈവത്തിൽ നിന്ന് അല്പം അകന്നകന്ന എൻ്റെ ഹൃദയം കല്ലായത് ഞാൻ അറിയുവാനിടയാത്തത്. ഞാൻ ആ പ്രാർത്ഥന സഭയിൽ നിന്നിരിക്കുന്നു, ദേവദാസന്മാർ വചനത്തെ പറയുന്നു, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഹ്വാനങ്ങൾ കൊടുക്കുന്നു, പാപത്തെ ഏറ്റുപറയാനുള്ള അവസരങ്ങൾ ജനത്തിന് കൊടുക്കുന്നു, ഒരുവനോടൊരുവൻ തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്നുള്ള വാക്യങ്ങളൊക്കെ ഉദ്ധരിക്കുന്നു. പക്ഷെ ഈ വചനം ഒന്നും എന്നെ സ്പർശിക്കുന്നില്ല. ഞാൻ പൂർണ്ണമായി എൻ്റെ മനസ്സ് കല്ലായി മാറുവാനിടയായിട്ട്. ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി ഈ കുട്ടിയുടെ നില വഷളായിക്കൊണ്ടിരിക്കുക. എന്നാൽ ആ പ്രാർത്ഥനയുടെ ഒരു ദിവസം രാത്രി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 1998 സംഭവം. ആ പ്രാർത്ഥനയുടെ ഒരു രാത്രി ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാവരും ഇരിക്കുമ്പോൾ ആ ആലയത്തിൽ കടന്ന് നിന്ന് നിർവികാരിയായി വെറുതെ കൈ കൂട്ടി ഇങ്ങനെ പിണഞ്ഞ് അവിടെ ഇരിക്കുന്ന എൻ്റെ ഹൃദയത്തിലൊക്കെ ഞാൻ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഭംഗാരം എൻ്റെ ഉള്ളിൽ. ആ ചർച്ചിൽ ഇരുന്ന് കരയാൻ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി. എനിക്ക് സഭയുടെ മുമ്പിൽ കരയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി ചർച്ചിന്റെ സൈഡിൽ തന്നെയുള്ള പാഴ്സനേജിലേക്ക് കയറി കട്ടിലേക്ക് കയറിയിരുന്നു, കണ്ണടച്ചിരുന്നു, ഞാൻ കരയാൻ തുടങ്ങി. പക്ഷെ എനിക്കറിയത്തില്ല ഞാൻ എന്തിനാ കരയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഞാൻ കരയാൻ തുടങ്ങി. കരഞ്ഞ് ആ കരച്ചിലിനിടയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട് ഞാൻ എൻ്റെ പാപങ്ങളെ, എൻ്റെ കുറവുകളെ, ഞാൻ ദൈവത്തിൽ നിന്ന് മാറിയതിനെ, അകന്നു പോയതിനെ ഒക്കെ ഞാൻ ദൈവത്തോട് ക്ഷമ പറഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാനാണ് ഒരു തടസ്സക്കാരനെങ്കിൽ ഞാൻ മടങ്ങി വരിക, ആ കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കണം. ആദ്യമായി അത്രയും ദിവസം നടന്ന മീറ്റിങ്ങിലുള്ള ആദ്യമായി ഞാൻ കരഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത് എത്ര നേരമെന്ന് എനിക്കറിയത്തില്ല. ആ പ്രാർത്ഥന, ആ കരച്ചിലിന്റെ അനുഭവം എല്ലാം കഴിഞ്ഞ കുറേ സമയങ്ങൾ പോയിട്ടുണ്ടാകാം. ഞാൻ തിരികെ ചർച്ചിൽ കടന്നു വരുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിലൊരു വ്യത്യാസം എനിക്ക് മനസ്സിലായി. മരിച്ചു പോകുമെന്ന് പറഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിന് തള്ളി ആ കുഞ്ഞ്, ദൈവം ആ കുഞ്ഞിനെ തൊട്ടു, ദൈവം അതിനെ സൗഖ്യമാക്കി. പിന്നീട് അവിടെ ഞാനൊരു തീരുമാനമെടുത്തു, കർത്താവ്, ഇനിയുള്ള സമയം നീ എനിക്ക് തന്നാൽ ഞാൻ നിന്റെ വേലക്കായിട്ട് ഞാൻ എൻ്റെ അത് എൻ്റെ ജീവിതത്തിലെ പേഴ്സണലായി ഞാൻ ആദ്യമായി കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചതാണ്. എൻ്റെ പപ്പ മമ്മയെ എൻ്റെ ജനനത്തിനു മുമ്പേ എന്നെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പേഴ്സണലായി ഞാൻ എന്നെ തന്നെ കർത്താവിലേക്ക് സമർപ്പിച്ച ഒരു അനുഭവം അതായിരുന്നു ആദ്യം എൻ്റെ ഉള്ളിൽ. ആ കുട്ടിയെക്കുറിച്ച് പിന്നീട് ഞാൻ വിദ്യാഭ്യാസത്തിനായി നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. 1998 മുതൽ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായി ശുശ്രൂഷകളോടൊപ്പമായിരുന്നു. ആ കുട്ടിയെക്കുറിച്ച് ചില വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇടയാത്തിരുന്ന ആ കുട്ടി മരണത്തിൽ നിന്ന് സ്വർഗം അതിനെ പൂർണ്ണമായി വിടുവിച്ചു. അതിനെ ഒരു കർത്തൃദാസൻ, ഒരു ദൈവദാസൻ, ഒരു പാസ്റ്റർ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. നോർത്ത് കേരളയിൽ ഇന്ന് കുടുംബസ്ഥരായി അവർ ദൈവവേലയിലായിരിക്കുന്നു. ഒരുപക്ഷെ ഈ സാക്ഷ്യം 1998 ശേഷം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച, സുവിശേഷ വേലയിൽ ഒരു കാലത്തും ഞാൻ ഒരു കാരണത്താലും ഞാൻ സുവിശേഷ വേല ചെയ്യത്തില്ലെന്ന് തീരുമാനമെടുത്ത എന്നെ ഇന്നൊരു പാസ്റ്ററായി സുവിശേഷ വേലയിലേക്ക് മാറ്റാൻ ഒരു നിമിത്തമായി തീരുന്ന ആ പെൺകുട്ടി ഒരു പക്ഷെങ്കിൽ ഈ സാക്ഷ്യം കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ സകല ബഹുമാനം കർത്താവിന് അർപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ ജീവിതത്തെ സുവിശേഷ വേലയിലേക്ക് തിരിച്ച ഒന്നാമത്തെ സാക്ഷ്യം അതാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ 37 വർഷത്തോളം എൻ്റെ പിതാവും മാതാവും കർത്താവിന്റെ വേലയിൽ ഞാൻ ഈ സുവിശേഷ വേലയിലേക്ക് കടന്നു വരത്തില്ല എന്ന തീരുമാനമെടുക്കാനുള്ള ഒന്നാമത്തെ വിഷയം, എൻ്റെ പിതാവും മാതാവും സുവിശേഷ വേലയിലായിരുന്നപ്പോൾ അവരനുഭവിച്ച തിക്തമായ അനുഭവങ്ങളാണ്. അതേത് ഒരു പാസ്റ്ററുടെ, ഒരു ഉപദേശിയുടെ മകനെ
ഒരു അനുഭവ സാക്ഷ്യത്തിനായിട്ട് വിളിച്ചാലും അവരെല്ലാം ഐക്യകണ്ഠേന പറയുന്ന ഒരു കാര്യമുണ്ടാകും: ഒരു കാലത്തും ഒരു പാസ്റ്ററുടെ മകൻ പാസ്റ്ററാകാൻ ആഗ്രഹിക്കത്തില്ല. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ ജനിച്ചു വീണത്, ഞങ്ങൾ വളരുന്ന സാഹചര്യങ്ങൾ, ഒരു പാസ്റ്ററുടെ കുടുംബത്തിൽ ഒരു 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 കുഞ്ഞാണ് ജനിച്ചു വളരുന്നത് മുതൽ ഒട്ടനവധി കെട്ടുപാടുകൾക്കുള്ളിലാണ് ആ പൈതൽ വളരുന്നത്. അങ്ങനെ തന്നെ വളർത്തപ്പെട്ട ഒരാളായിരുന്നത് കൊണ്ട് ഒരു കാലത്തും സുവിശേഷ വേലയോട് എനിക്കൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്, എൻ്റെ മാതാവും പിതാവും വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സുവിശേഷ വേല ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ 1995 സമയമാണെങ്കിൽ, ആ സമയത്ത് ഞങ്ങൾ കോതമംഗലം വടാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ പപ്പ ശുശ്രൂഷയിലായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് അന്ന് ചർച്ചകളിൽ. വിശ്വാസികളുടെ കൂട്ടത്തിൽ വനത്തിൽ പോയി അവിടെ നിന്ന് ഈറ വെട്ടിക്കൊണ്ട് വന്ന് അത് കീറി അത് നെയ്ത് പരമ്പ് അല്ലെങ്കിൽ പരമ്പുകൾ ഉണ്ടാക്കി ചന്തയിൽ കൊണ്ട് വിറ്റ് അതിൻ്റെ വരുമാനം കൊണ്ട് വീട്ടിൽ വന്ന ഞായറാഴ്ച വിശ്വാസികൾക്ക് ആഹാരം ഒരുക്കി കൊടുത്ത് സുവിശേഷ വേല ചെയ്ത ഒരു അപ്പൻ്റെ മകനാണ്. എൻ്റെ അപ്പൻ നന്നായി കാർപ്പൻട്രി ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് ഡീസൽ മെക്കാനിക് കാര്യങ്ങൾ അറിയാമായിരുന്നു. നന്നായി തബല വായിക്കുന്ന അല്പമധ്യമായ മ്യൂസിഷ്യൻ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മൾട്ടി ടാലന്റഡ് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പപ്പ. നന്നായി വചനത്തിൽ പ്രസംഗിക്കുന്ന നല്ല കഴിവുള്ള ഒരു ദൈവദാസനായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായ ഉയർച്ചയോ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായ കാര്യങ്ങളോ ലഭിക്കാതെ പോയി. ഞാൻ മനസ്സിൽ ചിന്തിച്ച, അതുകൊണ്ട് ഒരു കാലത്തും സുവിശേഷ വേല ചെയ്യേണ്ടി വന്നാൽ പോലും ഞാൻ ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുകയില്ല. എന്തെങ്കിലും ജോലിയോടുള്ള ബന്ധത്തിൽ മാത്രമേ സുവിശേഷ വേല ചെയ്യൂ. അങ്ങനെയായിരുന്നു എൻ്റെ തീരുമാനം. അതാണ് ഞാൻ സുവിശേഷ വേലയിലേക്ക് വരാതിരിക്കാനുള്ള കാരണം. എന്നാൽ കർത്താവ് ആ പൈതലിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തിൽ കൂടെ എൻ്റെ ഹൃദയത്തെ ദൈവം മാറ്റി. ഞാൻ 1998 ഡൽഹിയിലേക്ക് വിദ്യാഭ്യാസത്തിനായി കടന്നു വരിക. ഞാൻ ഒരു ബൈബിൾ സ്കൂളിൽ 2 വർഷത്തെ കോഴ്സിന് പഠിപ്പാനിടയായി തീർന്നു. അതിനുശേഷം അവിടുന്ന് സ്റ്റഡീസ് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ ആന്ധ്രയിൽ വിശാഖപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് BTH കോഴ്സിനായി ഞാൻ ജോയിൻ ചെയ്യുവാനിടയായി. കർത്താവ് സഹായിച്ച് 2023 BTHനോടുകൂടെ ഗ്രാജുവേറ്റ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ 3 സുഹൃത്തുക്കൾ നല്ലൊരു ഗ്യാതറിങ്, ഒരു കൂട്ടായ്മ അവിടെയുള്ള സ്റ്റാഫുമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളെ അവർ റെക്കമെൻഡ് ചെയ്ത്, ആ സമയത്ത് ഗോഡ് TV കഴിഞ്ഞാൽ അന്നത്തെ അറിയപ്പെടുന്ന 24/7 ഒരു ക്രിസ്ത്യൻ മീഡിയ എന്ന് പറയുന്നത് മിറാക്കിൾ നെറ്റ് അറിയപ്പെടുന്ന ഒരു ടെലിവിഷൻ ചാനലായിരുന്നു. ബേസ്ഡ് ഓൺ ചെന്നൈ ആയിരുന്നു. ഹൈദരാബാദിലും അവർക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കടന്നുപോയി. ഞങ്ങളെ അവിടെ റെഫർ ചെയ്ത് ഞങ്ങൾ 3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവിടെ കടന്നുപോയി 3 സുഹൃത്തുക്കളുമായി മിറാക്കിൾ നെറ്റ് എന്നുള്ള ആ ചാനലിൽ ജോയിൻ ചെയ്യുകയും 1 മാസത്തോളം ഞങ്ങൾക്ക് അവിടെ ജോലി ചെയ്ത് സാലറിയുമായിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകുന്നത്. വീണ്ടും മടങ്ങി വന്ന ജോലിയിൽ ഞങ്ങൾ ജോയിൻ ചെയ്തു. ഞങ്ങൾ വളരെയധികം സംതൃപ്തരായിരുന്നു. കാരണം സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ തന്നെ ഒരു ജോലി ഞങ്ങൾക്ക് ലഭിക്കാനിടയായി തീർന്നു. അപ്പം ജോലിയായി സുവിശേഷ വേലയുള്ള ബന്ധത്തിലെ പ്രവർത്തനങ്ങളുമായി അങ്ങനെ വളരെ സന്തോഷമായി മുൻപോട്ട് കടന്നു പോകുകയായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യമേ ഉണ്ടായിരുന്ന ചിന്ത, ഒരു കാലത്തും ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുകയില്ല. എൻ്റെ പപ്പ ചെയ്തതുപോലെ സാമ്പത്തിക പരാധീനയിൽ നിന്നുകൊണ്ട് സുവിശേഷ വേല ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ള ചിന്ത വളരെ കുറേയായിട്ട് എൻ്റെ മനസ്സിലേക്ക് വീണ്ടും കടന്നു വരുവാനിടയായി. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ചെന്നൈ അൽവാർപേട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. പാസ്റ്റർ ഡി മോഹൻ പാസ്റ്ററുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ ഞങ്ങൾ മെമ്പേഴ്സായി. അപ്പം എല്ലാം കൊണ്ടും ജീവിതം ഒരു നല്ല മേഖലയിലേക്ക് കടന്നുപോയി. സുവിശേഷ വേല നല്ലൊരു മാധ്യമത്തിൽ കൂടെ ഒക്കെ പോകും എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്കൂളിൽ അത്യാവശ്യമായ ഒരു മാനേജ്മെന്റ് നീഡ് വന്ന് അദ്ദേഹം എന്നെ ആവശ്യപ്പെട്ട അനുസരിച്ച് ഞാൻ എൻ്റെ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള ജോലി റിസൈൻ ചെയ്ത് മധ്യപ്രദേശില് ചമ്പൽ കാടുകൾക്കുള്ളിൽ സബൽഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ശുശ്രൂഷയ്ക്കായി കടന്നു. ഒരു സ്കൂളിൻ്റെ ഏകദേശം 1 വർഷത്തോളം അവിടെ ഞാൻ ആ സ്കൂളിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നു. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് മടങ്ങി വരുന്നു. എനിക്ക് ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായി. ഇതിനുശേഷം എൻ്റെ വിവാഹം നടക്കുന്നു 2004 വിവാഹത്തിന് ശേഷം
ആ സമയത്ത് ഞാൻ ജോലി വേണ്ടെന്ന് വെച്ച് പുതിയൊരു ജോലിക്കായി ഞാൻ ആഗ്രഹിച്ച് ഇരിക്കുന്നു. ഏകദേശം 1 വർഷത്തോളം വിവാഹം കഴിഞ്ഞു. വിവാഹം നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ജോലി ഇല്ലാതാണ് നിൽക്കുന്നത്. ആഹ് വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ കുടുംബജീവിതം ആരംഭിച്ചു. വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ ഞാൻ കടന്നു പോകുന്നു. ആ സമയത്ത് ഞാൻ ഒരു തീരുമാനത്തിൽ അല്പ ദിവസങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. അങ്ങനെ എനിക്ക് ഉത്തർപ്രദേശിലേക്ക് ഒരു സാഹചര്യം ഒരുക്കി വരികയാണ്. അവിടെ ഒരു ഒരു പാസ്റ്റർ താൻ ഒരു സ്കൂൾ ആരംഭിച്ചു. ആ സ്കൂളിനോടുള്ള ബന്ധത്തിൽ മിഷൻ പ്രവർത്തനങ്ങളുമുണ്ട്. അങ്ങനെ എനിക്ക് സ്കൂളിൽ പഠിപ്പിക്കുവാനും കൂട്ടത്തിൽ ചർച്ചിന്റെ കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യാനും തക്കവണ്ണം ഒരു പ്രവർത്തനം ദൈവം ഒരുക്കി തന്നു. വീണ്ടും ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ ഉത്തർപ്രദേശിൽ ഝാൻസിക്കടുത്ത് ഒറൈ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒറൈയിൽ നിന്ന് 30 കിലോമീറ്റർ മാറിക്കഴിഞ്ഞ് വളരെ ഇന്റീരിയർ ആയിട്ടുള്ള ഒരു പാർട്ടാണ് കോഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലം. ആ കോഞ്ച് എന്നുള്ള സ്ഥലത്തിന്റെ പരിചയം ഇങ്ങനെയാണ്. മഹാഭാരതത്തിലെ ക്രൗഞ്ച് മുനി ഇരുന്ന് തപസ് ചെയ്ത സ്ഥലമാണെന്ന് പറയുന്നത്. വളരെ യാഥാസ്ഥികരായിരിക്കുന്ന ടിപ്പിക്കൽ ആയിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ഹിന്ദുക്കൾ താമസിക്കുന്ന ഒരു ഏരിയ. അവിടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിൽ ദൈവം എനിക്ക് സാഹചര്യങ്ങൾ ഒരുക്കി. ഏകദേശം 8 വർഷത്തോളം അവിടെ ജോലി ചെയ്യുവാനിടയായി തീർന്നു. കർത്താവ് ഞങ്ങളെ സഹായിച്ചു. എല്ലാ ദിവസവും തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ കടന്നു പോവുകയും ട്രാക്സുകൾ കൊടുക്കുകയും സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. ദൈവം അവിടെ ഒരു ചെറിയ സഭ സ്ഥാപിപ്പാൻ സ്വർഗം കനിഞ്ഞു. അതിനാ ദൈവം അടിനെ സഹായിച്ചു. അതിനാ ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. അതെല്ലാം ജീവിതത്തിലെ ഓരോ പാഠങ്ങളായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കാനിടയായി. എന്നാൽ ചില നാളുകൾക്ക് ശേഷം ഞാൻ ഫുൾ ടൈം മിനിസ്ട്രി എന്നുള്ള ഒരു ദൈവവിളി ദൈവം വീണ്ടും എന്നോട് ഇടപെടാൻ തുടങ്ങി. ഞാനത് നാട്ടിലേക്ക് എല്ലാ വർഷവും അവധിക്കാലത്ത് കടന്നു വരുമ്പോഴും അല്ലാത്തപ്പോഴും പല വിഷയങ്ങളുടെ നടുവിൽ ആരെങ്കിലും ദൈവദാസന്മാരെ വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ അവരെല്ലാം തുടർമാനമായി പറഞ്ഞു, നിന്റെ മകളിൽ ഒരു ദൈവവിളിയുണ്ട്. നീ ഇപ്പോൾ ചെയ്യുന്ന ജോലി തുടരുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്നായി നീ ഒരു തീരുമാനമെടുത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. എന്നാൽ ഒരിക്കൽ പോലും അത് ചെയ്യില്ലെന്ന് ഞാൻ മനസ്സിൽ ശഠിച്ചിരിക്കുകയായി. ഞാൻ 4 വർഷത്തോളം കർത്താവിനോട് പ്രാർത്ഥനയിൽ മല്ലുപിടിച്ചു. ഞാൻ ചോദിച്ചു, കർത്താവ്, ഞാനിപ്പോൾ ചെയ്യുന്നത് സുവിശേഷ വേല തന്നെയാണല്ലോ. ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ ഗ്രാമങ്ങളിൽ കടന്നു പോകുന്നു, സുവിശേഷ വേലകൾ ചെയ്യുന്നു, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. വീണ്ടും എന്താ ഫുൾ ടൈം മിനിസ്ട്രി എന്നൊരു ചോദ്യത്തോടെ ഞാൻ ഇരുന്നു. എന്നാൽ കർത്താവ് അതിന് വ്യക്തമായൊരു മറുപടി തന്നില്ല. മറിച്ച് എന്റെ സാഹചര്യങ്ങളെ ദൈവം തൊട്ടു. ഞാൻ എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നു. രണ്ടുപേരും സ്കൂളിൽ ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നു. എനിക്ക് ചർച്ചിൽ അസിസ്റ്റ് ചെയ്യുന്നതിന് ഒരു സെപ്പറേറ്റ് റെമ്യൂണറേഷൻ, അല്ലാതെ ട്യൂഷൻ പഠിപ്പിക്കുന്നതിന്. അപ്പം 5 സോഴ്സ് ഓഫ് ഇൻകം എനിക്ക് അവിടെ ഉണ്ട്. പക്ഷെങ്കിൽ സാമ്പത്തികമായ കണ്ടമാനം ഞാൻ ബുദ്ധിമുട്ടിലേക്ക് മാറുവാനിടയായി തീർന്നു. ദൈവത്തോട് നിലവിളിച്ച്, കർത്താവ് എന്തുകൊണ്ട് സംഭവിക്കും? ദൈവം ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങാൻ എന്നെ നിർബന്ധിക്കുവാനിടയായി തീർന്നു. ഏറ്റവും അവസാനം ടു കട്ട് ഇൻ ഷോർട്ട്, ഞാൻ 2009 ദൈവത്തോട് തീരുമാനമെടുത്ത്, കർത്താവെ, ഓക്കെ, അത് ദൈവഹിതമാണെങ്കിൽ ഞാൻ പൂർണ്ണമായ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാം. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, കർത്താവിന് വേലയ്ക്ക് വേണ്ടി നമ്മൾ നിർബന്ധിക്കുന്നു, ഇനി വെയിറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. ദൈവം നിന്നോട് പേഴ്സണലായിട്ട് ഇടപെട്ടാൽ മാത്രം നീ ജോലി രാജിവെച്ചാൽ മതി, അതർവൈസ് യു ക്യാൻ കണ്ടിന്യൂ ഹിയർ. അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തി. എങ്കിലും അധികം താമസിയാതെ വൈഫും എന്നോട് കൂടെ ജോയിൻ ചെയ്തിട്ട് പറഞ്ഞു, ശരിക്കെ നമുക്ക് സുവിശേഷ വേലയ്ക്കായി ഫുൾ ടൈം ഇറങ്ങുന്നു. കർത്താവിനോട് ഞാൻ ഒരു കണ്ടീഷൻ വെച്ചു. എൻ്റെ ഒരു കണ്ടീഷൻ, കർത്താവെ, എനിക്കറിയാം ഞാൻ ചെയ്തിരുന്ന ജോലി എനിക്ക് എന്തുമാത്രം എനിക്കൊരു നല്ല ലാഭമായിരുന്നു. എനിക്ക് എത്ര ഒരു നമ്മുടെ ഹിന്ദി ശബ്ദത്തിൽ പറഞ്ഞ ഇജ്ജത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ബഹുമാനമൊക്കെ നൽകി തരുന്ന ഒരു ജോലിയായിരുന്നു. ഇത് വിട്ട് ഞാൻ കടന്നു പോകും. നാട്ടില് എൻ്റെ വൈഫിന്റെ ഫാമിലി ഓർത്തഡോക്സ് ഫാമിലിയാണ്. എല്ലാവരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. ആരും ഞങ്ങളെ പഴിക്കാൻ അനുവദിക്കരുത്. ഒരു ദിവസം പോലും ഞാൻ വീട്ടിൽ നിന്ന് നിർവിചാരം ഇരിക്കാൻ എന്നെ അനുവദിക്കരുത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുമായ പരിചയത്തിൽ ചിങ്ങവനത്തുള്ള പാസ്റ്റർ വി എ തമ്പി പാസ്റ്റർജിയുടെ മംഗലാപുരത്തെ ഒരു ചർച്ചിലേക്ക് എനിക്കൊരു ഓഫർ വന്നു. അതിന് ഞാൻ ഓക്കെ പറയുന്നു. ഞാൻ അങ്ങനെ നാട്ടിലേക്ക് കടന്നു വരുന്നു. പക്ഷെങ്കിൽ സ്കൂളിന്റെ നിയമം അനുസരിച്ച് റെസിഗ്നേഷൻ കൊടുത്ത് 2 മാസത്തെ ഡെപ്യൂട്ടേഷൻ പീരീഡ് ഉണ്ട്. ആ പീരീഡ് എനിക്ക് കവർ ചെയ്യേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ലഭിച്ച ഓഫർ നഷ്ടമാകുകയായി. ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ വിചാരിച്ചു വളരെ പെട്ടെന്നായ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും. ജോലി ചെയ്തതിന്റെ PF ആയി മറ്റ് ചില സാമ്പത്തികമായ കാര്യങ്ങൾ കയ്യിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓക്കെ ആണെന്ന് വിചാരിച്ചു. പപ്പ എന്നോട് പറയുന്നത്, നീ വിഷമിക്കേണ്ട, നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ, അതിന്റെ പിന്നിൽ എന്ത് കഷ്ടമുണ്ടെങ്കിലും ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ ഒരു ബാക്ക് പപ്പയിൽ നിന്ന് കൂടെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ ആ കാര്യങ്ങൾ ക്രമീകരിച്ചു. പക്ഷെങ്കിൽ
ഞാൻ എന്ത് പ്രാർത്ഥിച്ചു അതിന് വിപരീതമായി എനിക്ക് സംഭവിച്ചത്. എനിക്ക് ഒരു ഓഫറും എങ്ങും നിന്നും ക്ലിയർ ആയി കിട്ടിയില്ല. പലയിടത്തുനിന്ന് സാധ്യതകൾ ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെടുവാനിടയായി. അങ്ങനെ 2009 തുടങ്ങി 2010 വരെ ഒരു വർഷത്തോളം ഞാൻ വീട്ടിൽ നിന്നു. എന്റെ മൂത്ത മകൾക്ക് ഒരു രോഗം ബാധിച്ച സമയത്ത് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. മുഴുവൻ പൈസയും അവിടെ തീർന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ATM കാർഡുകൾ ഒടിച്ച് കാട്ടിൽ കളഞ്ഞു. കാരണം സോഴ്സ് ഓഫ് ഇൻകം ഒന്നുമില്ല, ഉണ്ടായിരുന്നതും തീർന്നു. ഇനി എന്തെന്നുള്ള ചിന്ത വന്നു. കർത്താവ് ഇനി എന്ത് ചെയ്യും? ദൈവത്തോട് ഞാൻ പരാതി പറയാൻ തുടങ്ങി. കർത്താവെ, ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ നിർബന്ധിച്ചിറക്കിയതാ, എന്തിനെന്നെ ഇവിടെ ഇരുത്തി? 2009 നവംബർ തൊട്ട് ചില ദിവസങ്ങൾ കണ്ടിന്യൂസ് ഉപവാസത്തിലേക്ക് മാറി. അത് 2010 ആയപ്പോഴത്തേക്കും മാർച്ച് മാസം ഞാൻ ഒരു തീരുമാനമെടുത്തു. ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, എനിക്ക് ഉപവാസിച്ചേ പതിയാവും, വിടുതലിടയിൽ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് 40 ദിവസത്തേക്ക് ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ ആദ്യത്തെ 1-2 ദിവസങ്ങൾ വൈഫ് കൂടെ വന്നിരിക്കും, പ്രാർത്ഥിക്കും. അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഉപവസിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ പപ്പ, മമ്മി അവരെല്ലാം എന്നോട് കൂടെ ഉപവസിക്കുക. അങ്ങനെ ഞങ്ങൾ ചർച്ചിലെ വിശ്വാസികൾ എപ്പം വന്നാലും ഞങ്ങൾ എല്ലാവരും ചർച്ചിൽ ഇരിക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവസാനം ചർച്ചിലെ ആൾക്കാർ തീരുമാനിച്ചു, പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചിൽ ഒരു നീണ്ട ഉപവാസം നടന്നിട്ട് 18 വർഷമായി. 18 വർഷത്തോളം ഇവിടെ ചർച്ചിൽ ഒരു നീണ്ട ഉപവാസം നടന്നിട്ട് ഞങ്ങളും ജോയിൻ ചെയ്തോട്ടെ. ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ 40 ദിവസത്തിന്റെ ആദ്യത്തെ 19 ദിവസം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇരുന്നത്, അവസാനത്തെ 21 ദിവസം സഭയായിട്ട് അതൊരു ഉപവാസ പ്രാർത്ഥനയായി മാറി. ക്ഷണിക്കപ്പെട്ടിട്ടില്ല, പ്രീ പ്ലാൻഡ് അല്ല. ഓരോ ദിവസവും ദൈവദാസന്മാരെ ദൈവം ക്രമീകരിച്ചു വന്നു. വരുന്ന ദൈവദാസന്മാരെല്ലാം എന്നോട് ദൈവാലോചന, നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയല്ല. എന്റെ ഒരു ഒറ്റ ചോദ്യം, കർത്താവ് അതിനുവേണ്ടിയാണല്ലോ ഇറങ്ങിയത്, ഒരു വർഷമായിട്ട് വീട്ടിൽ ഇരിക്കും, ഇനി ഞാൻ എന്താ തയ്യാറാകേണ്ടത്? ഒരു ദൈവദാസനിലൂടെ ദൈവം എന്നോട് ഒരു അരുളപ്പാട് പറഞ്ഞു. 2010 മെയ് മാസത്തിന്റെ പകുതിയോടുകൂടി ഞാൻ നിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു സഭയുടെ ഉത്തരവാദിത്വത്തോടെ ഞാൻ നിന്നെ അയക്കുകയാണ്. 2 മാസത്തെ ടൈമുണ്ട്. എന്നോട് പറഞ്ഞു, മിശ്രമ ദേശത്തെ ആ വലിയ പട്ടിണികാലം വരുന്നതിന് മുമ്പ് സുഭിക്ഷതയുടെ ഒരു 7 വർഷമുണ്ടായിരുന്നു. ആ 7 വർഷ കാലഘട്ടത്തിൽ അന്ന് ലഭിക്കുന്ന സുഭിക്ഷയിൽ നിന്ന് എല്ലാം ചരിതിച്ചു പാണ്ഡികശാലയെ നിറച്ചു വെക്കാൻ യോസഫിനോട് ദൈവം കൽപ്പിച്ചതുപോലെ നിനക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങൾ നിനക്ക് നിറപ്പാൻ വേണ്ടി, നിനക്ക് കലവറകൾ നിരപ്പാൻ വേണ്ടിയുള്ള സമയങ്ങൾ. അന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, സമയം വെറുതെ പോയതല്ല. ഞാൻ ബൈബിളുമായിട്ട് ഇരിക്കാൻ തുടങ്ങി. സ്വർഗം എനിക്ക് അനേക ദൈവിക വചനങ്ങളെ അവൻ നൽകുവാനിടയായി തീർന്നു. ഇന്നും എൻ്റെ ശുശ്രൂഷകളിൽ 2010 ഇന്ന് 15 വർഷത്തോളമായി ഈ തുറന്നു വരുന്ന ശുശ്രൂഷകളിൽ അന്ന് ദൈവം പറഞ്ഞ ആലോചനകൾ അതിന്റെ നിവൃത്തികരണത്തിലേക്ക് ദൈവം നടത്തുവാനിടയായി തീർന്നു. അതിനാൽ ഞാൻ കർത്താവിന് നന്ദി പറയും. അങ്ങനെ ദൈവദാസന്മാരോട് ഇടപെട്ടു. പക്ഷേ വളരെ സംഭവിച്ചതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, 2010 മെയ് മാസം 15, നോട്ട് 14, നോട്ട് ഈവൻ 16, 14-ഉമല്ല 16-ഉമല്ല, മെയ് മാസം 15 എന്ന് പറയുമ്പോൾ കർത്താവ് എന്നെ മഹാരാഷ്ട്രയിൽ ഒരു സഭയുടെ ഉത്തരവാദിത്തത്തിലേക്ക്, എന്നെ ശുശ്രൂഷയിലേക്ക് മാറ്റുവാനിടയായി. ഞാൻ ചിന്തിച്ചതുപോലുമല്ല. സ്വർഗം വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവം ഒരു ദിവസം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ആ ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ നടത്തി. ഹല്ലേലൂയ. അന്ന് ദൈവം എന്നോട് ആലോചന പറഞ്ഞു വിടുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിന്റെ 12-ാമത് വാക്യമാണ് എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചിറക്കുമ്പോൾ ദൈവം എന്നോട് വ്യക്തിപരമായി ഇടപെട്ടൊരു വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-12. അതിങ്ങനെ പറയുന്നത്, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും, കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനെന്നും നിനക്ക് പേർ പറയും. ഈ വാക്യമാണ് ദൈവം എന്നോട് ഇടപെട്ടത്. 2010 മുതൽ ഇന്ന് 2025 വരെ സ്വർഗം എന്നിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളെ നോക്കിക്കഴിഞ്ഞാൽ ആ വാക്ക് ആ സിറ്റീസാണ്. കേടുപാടുകളെ പോക്കുന്നവൻ, യഥാസ്ഥാനപ്പെടുത്തുന്നവൻ, പുരാതന ശൂന്യങ്ങളെ പണിയും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ദൈവം ശുശ്രൂഷയിലേക്ക് എന്നെ മാറ്റുവാനിടയായി. എൻ്റെ പിതാവ് 37 വർഷത്തോളം ശുശ്രൂഷകളിലിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ദാനം എന്ന് പറയുന്നത്, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ വളരെ നിർധനമായ സ്ഥലങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ പിതാവിന്റെ വായിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു നിരാശയുടെ വാക്ക് ഞാൻ കേട്ടിട്ടില്ല. അതെന്നെ ബലപ്പെടുത്തുവാനിടയായി തീർന്നു. അദ്ദേഹം കർത്താവിന്റെ വേലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത്
അദ്ദേഹത്തിന് ദാനമായി കൊടുത്ത ഒരു ബൈബിൾ. ഇന്ന് ഇത് 47 വർഷം പഴക്കമുള്ള ഒരു ബൈബിളാണ്. എൻ്റെ കയ്യിൽ പല ബൈബിളുകളും ഉണ്ടെങ്കിലും ഇന്നും വേദികളിൽ നിൽക്കുമ്പോൾ ഈ വേദപുസ്തകവുമായി എഴുന്നേറ്റ് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. 37 വർഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്ന് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ താൻ കടന്നുപോയി. എനിക്ക് സമ്പത്തായി എൻ്റെ പപ്പ എനിക്ക് തന്നിട്ട് പോയത് ഈ ബൈബിളാണ്. എനിക്ക് വളരെ അഭിമാനമുണ്ട്. എൻ്റെ തലമുറയിൽ 4ാമത്തെ വ്യക്തിയായി സുവിശേഷ വേലയിൽ ഈ വിശുദ്ധ ബൈബിളുമായി നിൽപ്പാൻ കർത്താവ് എന്നെ ഇടയാക്കി. ഈ സാക്ഷ്യവാചകങ്ങൾ കേൾക്കുന്ന ഏതെങ്കിലും ദൈവഭൃത്യന്മാർ, ദൈവദാസന്മാരുടെ മക്കൾ നിരാശയോടെ, വേദനയോടെ നിങ്ങളായിരിക്കുന്നെങ്കിൽ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് സാക്ഷ്യത്തിൽ കൂടെ ഓർപ്പിക്കാനുണ്ട്. നമ്മുടെ പിതാക്കന്മാർ ചുമന്ന പെട്ടകം ചുമപ്പാൻ ലഭിച്ച ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ. എന്ന് ഞാൻ അതിനെ മാനിക്കുന്നു, എന്ന് ഞാൻ അതിനെ അറിയുന്നു. എൻ്റെ വിദ്യാഭ്യാസത്തെക്കാൾ ഉപരിയായി എന്നെ നിന്നുപോയ വിദ്യാഭ്യാസത്തെ ദൈവം തുടരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് നീങ്ങുവാൻ കർത്താവ് എനിക്ക് അവസരങ്ങളെ നൽകി തന്നു. ഞാൻ എൻ്റെ കഴിവിനപ്പുറമായി അനേക സ്ഥലങ്ങളിൽ സ്വർഗം എന്നെ മാനിപ്പാനിടയായി തീർന്നു. ഇന്നും ഈ വചനമായി നിൽക്കുമ്പോൾ എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഇന്ന് ഈ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ന് സെർവ് ചെയ്യുന്ന ഈ ചർച്ച് ചില ദിവസങ്ങൾക്ക് മുമ്പ് അരോമ TV ചാനലിൽ കൂടെ തന്നെ കടന്നു വന്ന് സാക്ഷ്യം പറഞ്ഞ പാസ്റ്റർ ജോയ് വർഗീസ് എന്ന് പറയുന്ന ദേവദാസൻ താൻ സ്ഥാപിച്ച ചർച്ചാണ്. തൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അരോമ TVയിൽ കൂടെ ഫുള്ളായി കേൾക്കാനിടയായി തീർന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ ഘട്ടത്തിൽ അദ്ദേഹം മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കു പോകുമെന്നുള്ള നിലയിൽ കിടക്കുമ്പോഴും വിശ്വാസത്തിന് വേണ്ടി ആ പ്രിയ ദേവദാസൻ ആശുപത്രിയിൽ പോയില്ല. ദേവദാസന്മാർ കൂടി വന്നിരുന്ന് പ്രാർത്ഥിച്ച് മരണക്കിടക്കയിൽ നിന്ന് തന്നെ ഉയർപ്പിച്ച ആ സ്ഥലത്താണ് ഇന്ന് ഞാൻ ഇരിക്കുന്നത്. വളരെ അഭിമാനത്തോടുകൂടെ അരോമ TV എന്ന ഈ ചാനലിന്റെ മാധ്യമത്തിൽ കൂടെ കർത്താവിനെ ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മാതാവ്, ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ 2 വർഷങ്ങൾക്ക് മുമ്പ് താൻ കർത്താവിൽ വിശ്രമിപ്പാനിടയായി. ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക്, മഹാരാഷ്ട്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് സ്വിച്ച് ആകുന്ന സമയത്ത്, ലോക്ക്ഡൌണിന്റെ ആ സമയത്താണ് ഞങ്ങൾ ഡൽഹിയിലേക്ക് വരുന്നത്. ഞാൻ ആഗ്രഹിച്ചത് പുതിയ ഒരു വേല സ്ഥലത്ത് എനിക്കൊരു പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വരുന്നത്. എന്നാൽ ഡൽഹി എന്നറിയപ്പെടുന്ന പട്ടണത്തിൽ ഓരോ മുക്കിലും മൂലയിലും അനേക ദൈവദാസന്മാർ സുശേഷ വേലയോടെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. 1.5 മാസത്തോളം ലോക്ക്ഡൌണിൽ എൻ്റെ ബ്രദറിന്റെ കൂട്ടത്തിൽ ഞാൻ ഭവനത്തിലായിരിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാസ്റ്റർ ജോയ് വർഗീസിന്റെ, അദ്ദേഹം ഞാൻ മുമ്പ് അറിയിച്ച അദ്ദേഹത്തിന്റെ മിസ്സസ് ഒരു ദർശനത്തെ കാണുന്നുണ്ട്. ഒരു സഭ, വളരെ നന്നായി ചലിച്ചുകൊണ്ടിരുന്ന സഭ ചില കാലഘട്ടത്തിനിടയിൽ ആ ചർച്ച ഒന്ന് നിർത്തേണ്ടതായി വന്നു. ലോക്ക്ഡൌണിന്റെ സമയത്ത് പൂർണ്ണമായത് ക്ലോസ് ഡൗൺ ആയി. ഒരു വിശ്വാസി പോലും ഇല്ലാതിരിക്കുമ്പോൾ ആ സഭ അവർക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് അവിടെ നിന്ന് വരുന്ന പുതിയൊരു പ്രവർത്തനങ്ങളെ തുടങ്ങുന്നതായി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ പ്രിയ ആന്റിക്ക് ദൈവം ഒരു ദർശനം കൊടുത്തു. ആ ദർശനത്തിൽ അദ്ദേഹം ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, ആ സഭയ്ക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വരുന്നതായിട്ട്. അങ്ങനെ എൻ്റെ ഡീറ്റെയിൽസ് ഈ മിനിസ്ട്രിയിൽ കിട്ടുവാനിടയായിട്ടുള്ള അവരെന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഞാൻ കേട്ടതിന് ശേഷം പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് തന്ന നിയോഗത്തിനനുസരിച്ച് മിനിസ്ട്രിയുമായി ചേർന്ന് പ്രവർത്തിപ്പാൻ ഞാൻ തയ്യാറായി. അങ്ങനെ വീട്ടിലായിരിക്കുമ്പോൾ പാസ്റ്റർ ജോയ് വർഗീസിന്റെ മിസ്സസ് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ദേവദാസന് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ദേവദാസൻ വന്നെന്നറിഞ്ഞ അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിന് ഡീറ്റെയിൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പാസ്റ്റർ എന്റെ ഫോട്ടോ അദ്ദേഹത്തെ കാണിക്കുമ്പോൾ ആന്റി പറയുന്നു, ഈ മനുഷ്യനെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. കർത്താവ് ഡൽഹിയുടെ പട്ടണത്തിൽ ആ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരാൻ ഇടയായി തീർന്നു. 2021 മുതൽ 25 ഈ മാർച്ച് മാസം വരെ ആ ദേശത്ത് പ്രവർത്തിച്ചുകൊണ്ട് ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിപ്പാൻ സ്വർഗം എനിക്ക് അനുവാദം നൽകി തന്നു. 32ഓളം വിശ്വാസികൾ സ്വർഗം ആ പ്രവർത്തനത്തിൽ തന്നു. അതിനെ മറ്റൊരു ദേവദാസന് കൈമാറിയിട്ട് ഇപ്പോൾ ഈ മയൂർ വിഹാർ എന്നറിയപ്പെടുന്ന ഡൽഹിയുടെ ഈസ്റ്റ് ഡൽഹിയുടെ ഭാഗത്ത് ഒരു സഭയുടെ പ്രവർത്തനങ്ങളുമായി വേലയിലായിരിക്കുന്നു. ഞാൻ എൻ്റെ മാതാവിന്റെ വിശേഷം കൂടെ സാക്ഷി കൂടെ പറഞ്ഞ് ഈ ഭാഗത്ത് നിന്ന് വിരമിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മാതാവ് നീണ്ട 37 വർഷത്തോളം ഒരിക്കൽ പോലും മരുന്ന് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വന്ന ആളല്ല. എങ്കിൽ തന്നെ കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നുള്ള വചനത്തെ അങ്പാടി തന്നെ വിശ്വസിച്ചിരുന്ന ഒരു ദൈവമകളായിരുന്നതുകൊണ്ട് തൻ്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ താൻ മരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. ഞാൻ
3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മാതാവിന് യൂട്രസിൽ സിസ്റ്റ് ഡിറ്റക്ട് ചെയ്യുകയും യൂട്രസ് റിമൂവ് ചെയ്ത് കളയണമെന്നുള്ള നിലയിൽ ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ ആ സമയത്ത് എൻ്റെ പപ്പയ്ക്ക് ഹെർണിയ ഡിറ്റക്റ്റ് ആയി. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അദ്ദേഹം അല്പം റെസ്റ്റിലായിരുന്നത് കൊണ്ട് മമ്മി ആ വിഷയത്തിന് സമ്മതിച്ചില്ല. പ്രാർത്ഥിച്ചാൽ മതി, ദൈവം സൗഖ്യമാക്കുമെന്ന് അറിയുന്നു. അങ്ങനെ പ്രാർത്ഥനയോടെ മുൻപോട്ട് കടന്നുപോയ എൻ്റെ മാതാവിനെ സ്വർഗം സൗഖ്യമാക്കുവാനിടയായി തീർന്നു. എൻ്റെ മമ്മിയുടെ അനിയത്തി ബസ്തർ ഡിസ്ട്രിക്റ്റിൽ, ഛത്തീസ്ഗഡിൽ ബസ്തർ ഡിസ്ട്രിക്റ്റിൽ ഭാനുപ്രതാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരുന്നു. 1995 തനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്റ്റ് ആയി. അങ്ങനെ അതിന്റെ തുടർമാനമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെയും ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായി അദ്ദേഹം കേരളത്തിലേക്ക് കടന്നു വരുന്നു. തന്റെ മൂത്ത സഹോദരി ആയിരിക്കുന്ന എൻ്റെ മമ്മിയുടെ വീട്ടിൽ അവർ വന്നു, ഞങ്ങളുടെ ഭവനത്തിൽ വരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ അടുക്കൽ ഒരു കൺവെൻഷൻ മീറ്റിംഗ് നടക്കുന്നു. ആ മീറ്റിംഗിൽ വിദേശിയായിരിക്കുന്ന ഒരു ദേവദാസൻ, ഫോറിനർ ആയിരിക്കുന്ന ഒരു ദേവദാസനാണ് പ്രസംഗിക്കുന്നത്. ഈ എൻ്റെ മമ്മിയുടെ അനിയത്തി, എൻ്റെ ആന്റി ആ മീറ്റിംഗിൽ കടന്നു വരുന്നു. ആ പ്രാർത്ഥനയുടെ നടുവിൽ തർജ്ജമയോടുകൂടെ നടക്കുന്ന, ഇംഗ്ലീഷ് ടു മലയാളം തർജ്ജമയോട് നടക്കുന്ന കൺവെൻഷന്റെ മീറ്റിംഗിൽ വിദേശത്തു നിന്ന് കടന്നു വന്ന ദേവദാസൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ പേരെടുത്ത് വിളിച്ചു പറഞ്ഞിട്ട്, മുന്നോട്ട് കടന്നു വരിക, നീ ചില മെഡിക്കൽ റിപ്പോർട്ടുകളുമായി ഒരു വലിയ രോഗത്തെ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കർത്താവ് നിന്നെ ഇന്ന് ആക്കുവാൻ ആഗ്രഹിക്കുന്നു, മുൻപോട്ട് കടന്നു വരാൻ പറഞ്ഞു. എന്നാൽ ഈ ആന്റിക്ക് എന്തോ ജാള്യതയോ അല്ലെങ്കിൽ എന്തോ വൈമനസ്യ കാരണം മുന്നോട്ട് കടന്നുപോയില്ല. ആ പ്രസംഗത്തിന്റെ അല്പഭാഗങ്ങൾ മുന്നോട്ട് കടന്നുപോയതിനു ശേഷം ആ ദേവിദാസ് വീണ്ടും എൻ്റെ ആന്റിയുടെ പേര് വിളിച്ചു. അതൊരു കോമൺ പേരല്ല, ഒരു ഫോറിനറിന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പേരല്ല. എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ പേര് കുഞ്ഞുമോളെന്ന. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഫോർ എ ഫോറിനർ ടു ഹാവ് ആൻ ആക്സസ് ടു ദാറ്റ് നെയിം. അങ്ങനെ ഒരു പേര് ഒരു ഫോറിനറിന്റെ വായിൽ വരേണ്ട യാതൊരു ആവശ്യമില്ല. മാത്രമല്ല, രണ്ടാമത്തെ ആ പ്രവചന വാക്ക് ആ ദേവദാസനോട് വരുമ്പോൾ രോഗവിവരത്തെ കൂടെ പറഞ്ഞിട്ട് മുന്നോട്ട് വിളിച്ചു. എൻ്റെ മമ്മിയുടെ അനിയത്തിക്ക് പിന്നീട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പ്രാർത്ഥനയ്ക്കായി വിളിച്ച സമയത്ത് താൻ മുന്നോട്ട് കടന്നു പോകുന്നു. ആ ദേവദാസൻ എൻ്റെ ആന്റിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. തിരികെ വരുന്ന ആന്റിയെ ഞങ്ങൾ കാണുന്നത് ഒരു ബക്കറ്റ് വെള്ളം തലയിൽ കൂടി കോരി ഒഴിച്ചതുപോലെ വിയർത്ത് ശരീരം മുഴുവൻ നനഞ്ഞു കുതിർന്ന ഒരു വ്യക്തിയെ വരുന്നത്. ആന്റിയോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ്, ആരോ എൻ്റെ തലയിൽ ഒരു കുട്ട തീക്കനൽ കോരിയിട്ട പോലെ അത്രയോ ഒരു ചൂടായിരുന്നു. കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് പറയട്ടെ, അന്ന് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി കടന്നു വന്ന ആന്റി 2025 ഇന്നും ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. കർത്താവ് എൻ്റെ ആന്റിയെ തൊട്ട് സൗഖ്യമാക്കുകയാണ്. അനേക ചരിത്രങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് എൻ്റെ മാതാവ് മെഡിസിൻ എടുക്കുന്നതിൽ നിന്ന് വൈമനസ്യം കാണിച്ചിരുന്നു. എന്നാൽ 2021 എൻ്റെ സഹോദരിയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് എൻ്റെ മാതാവ് നാട്ടിലേക്ക് കടന്നുപോയി. ഇവിടെ എൻ്റെ സഹോദരൻ്റെ കൂടെ ഡൽഹിയിലായിരുന്നു. എന്നാൽ ലോക്ക്ഡൌണിന്റെ സമയത്ത് എൻ്റെ മാതാവിന് ബ്ലീഡിങ് തുടങ്ങുന്നു. ആരോടും അറിയിക്കാതെ അദ്ദേഹം അത് കവറപ്പ് ചെയ്തുകൊണ്ട് നടന്നു. ആ സമയത്തൊന്ന് വീഴാനിടയായി തീർന്നു. അതിന്റെ ഇന്റേണൽ ഇഞ്ചുറി ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ അത് 3 മാസം 4 മാസമായി ബ്ലീഡിങ് നിൽക്കുന്നില്ല, ശരീരം സൂക്ഷിപ്പാൻ തുടങ്ങി. എന്നാൽ മാതാവ് ഞങ്ങളെ ആരെയും ഫോണിൽ വിളിക്കത്തില്ല. ഫോണിൽ വിളിച്ചാൽ ഓഡിയോ കോൾ മാത്രമേ ചെയ്യത്തുള്ളൂ, വീഡിയോ കോൾ ചെയ്യത്തില്ല. വീഡിയോ കോൾ ചെയ്യാതെ സംസാരിക്കത്തില്ല. ഞങ്ങൾ അത് കോമൺ ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെ ആയിരിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ എൻ്റെ ഇളയ അമ്മാച്ചൻ അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിനായി മമ്മിയെ വിളിക്കാൻ നാട്ടിൽ ചെന്നിട്ട് ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ, നിങ്ങളുടെ മമ്മിയുടെ കാര്യത്തിൽ എന്താ ചിന്തിക്കാത്ത, വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോകണം. അന്ന് ലോക്ക്ഡൌൺ തുറന്നിട്ടില്ല, പാർഷ്യലി തുറന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ യാതൊരു നിവൃത്തിയുമില്ല. അത് അല്പം സാഹചര്യങ്ങൾ ഒരുക്കിയപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി മമ്മിയെ കൊണ്ടുവന്നു. അന്ന് എൻ്റെ സഹോദരന്റെ വൈഫ് ഇവിടെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നഴ്സാണ്. വളരെ പെട്ടെന്നായി ഞങ്ങൾ അദ്ദേഹത്തെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി കാണിക്കുന്നു. വളരെ റിക്വസ്റ്റ് ചെയ്ത്, മമ്മി ഒരിക്കലും സമ്മതിക്കുന്നില്ല, വളരെ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾ അദ്ദേഹത്തെ ഓൾ ഇന്ത്യ മെഡിക്കൽ കൊണ്ടുപോയി കാണിക്കുമ്പോൾ ഓവറിൽ മാലിഗ്നന്റ് ആയിട്ടുള്ള ക്യാൻസറിന്റെ 4th സ്റ്റേജ് B ഗ്രേഡ് ലെവലിൽ എൻ്റെ മാതാവ് ഡിറ്റക്ട് ആകുവാനിടയായിരുന്നു. അങ്ങനെ അപ്പോഴും ആ മമ്മി പറയുന്നുണ്ട്, എനിക്ക് ചികിത്സ ആവശ്യമില്ല, ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. ദൈവം ഇങ്ങനെയാണ് എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ റെഡി വിത്ത് ഇറ്റ്. ഞങ്ങൾ മമ്മിയോട് പറഞ്ഞു, മമ്മിയുടെ വിശ്വാസത്തെ ഞങ്ങൾ ഖണ്ഡിക്കുന്നില്ല.
മമ്മി ഇത്രയും വർഷമായിട്ട് ഒരു പാരസെറ്റമോൾ പോലും കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. മറിച്ച് ഞങ്ങൾക്കൊരു രോഗം വന്നപ്പോൾ ഒരു അമ്മയെന്നുള്ള നിലയിൽ അമ്മ ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. മക്കളെന്ന നിലയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കടമയൊന്നും ചെയ്തോട്ടെ എന്ന നിലയിൽ ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുവാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ ഞങ്ങൾക്ക് ദൈവം അത്ര ആയുസ് ഇട്ടിട്ടുള്ളായിരുന്നു. മാതാവിന് 2 വർഷം മുമ്പ് ഒക്ടോബർ മാസം 10-ാം തീയതി പ്രിയ മാതാവ് കർത്താവിൽ വിശ്രമിച്ചു. അതിലും എനിക്ക് സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മാതാവ് വളരെ രോഗം മൂർച്ഛിച്ച് അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഓവറി റിമൂവ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം വീട്ടിൽ കടന്നു വരുന്ന രോഗം മൂർച്ഛിച്ച് വളരെ ക്രിട്ടിക്കൽ സ്റ്റേറ്റിലായി. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി കൊണ്ടുപോയി കൊടുക്കുക, ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ വീട്ടിൽ എത്രയോ 1-2 ദിവസം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ട പരിചയങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞു. രാവും പകലും ആ മാതാവിനെ കാവലിരിപ്പാൻ സ്വർഗം ഞങ്ങൾക്കൊരു അവസരം. രാവിലെ ഒരു ദിവസം ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിരിക്കുമ്പോൾ ഞങ്ങളുടെ മാതാവിന്റെ കിടപ്പ് കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മമ്മിക്ക് പോകാനുള്ള നേരമായി. ഞാനും എൻ്റെ വൈഫ്, എൻ്റെ സിസ്റ്റർ, ഞങ്ങളെല്ലാം ഉണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മാതാവിന്റെ തലയിൽ കൈവച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഇത്രയും നല്ലൊരു അമ്മ നീ ഞങ്ങൾക്ക് നൽകി തന്നു. ഈ മാതാവിനെ ഞങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞയക്കുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാതാവ് ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെട്ടു. എൻ്റെ മാതാവിനെ പ്രാർത്ഥിച്ച് കർത്താവിലേക്ക് ഏൽപ്പിക്കാൻ സ്വർഗം എനിക്ക് ഒരു ഭാഗ്യം നൽകി തന്നു. എൻ്റെ പിതാവ് കർത്താവിന്റെ വേലയിലായിരുന്നു. താൻ കാണിച്ച മാതൃകയിൽ ശുശ്രൂഷയിൽ പോകുവാൻ കർത്താവ് അനുവദിച്ചു. തന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും കർത്താവിനെ നിലകൊണ്ട ഒരു ഫാമിലിയിൽ കർത്താവിന് വേണ്ടി നിൽപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചതിനെ ഞാൻ കർത്താവിന് നന്ദി പറയുക. 2010 തുടങ്ങിയ ക്രിസ്തീയ ജീവിതം 2025ഓളം എത്തുമ്പോൾ സാക്ഷ്യങ്ങൾ അനേകം പറയാനുണ്ട്. എങ്കിലും എന്നെ സ്പർശിച്ച 1-2 വിഷയങ്ങളാണ് മുമ്പാകെ ഞാൻ ആവശ്യപ്പെട്ടത്. ഞാൻ വിശ്വസിക്കുന്നു ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ, പ്രത്യേകിച്ച് എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു പ്രേരണ ഉള്ളത്, ചില ക്രിസ്തീയ സുവിശേഷ വേലക്കാരുടെ മക്കൾ ചിലർ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എന്നെ പോലെ തന്നെ ദൈവവേലയോട് വൈമനസ്യം കാണിച്ചുകൊണ്ട് ദൈവവേല ചെയ്യുവാൻ താല്പര്യം പ്രകടിപ്പിക്കാതെ അതിൽ നിന്ന് മാറി ഓടുന്ന ചിലർ എന്നെ കാണുന്നുണ്ടെങ്കിൽ, എന്നെ സന്ദർശിച്ച ദൈവം, എന്നെ വിടുവിച്ച ദൈവം, ഇന്നുവരെ എന്നെ നടത്തുന്ന ദൈവം നിങ്ങളെ നടത്തും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ നാളുകളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുപ്പാൻ നിങ്ങളെപ്പോലെ അനേകർ യൗവനക്കാർ, പ്രിയമുള്ളവർ കർത്താവിന് വേണ്ടി മുന്നിട്ടിറങ്ങണം. അതിന് ഈ എളിയവന്റെ ഒരു സാക്ഷ്യം ഒരു നിമിത്തമായി തീരുമെങ്കിൽ അതിനാ ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു മാധ്യമത്തിൽ കൂടെ കർത്താവ് അങ്ങ് ചെയ്ത നന്മകളെ കുറിച്ച് പ്രകടിപ്പിപ്പാൻ നൽകി തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയുടെ ജനനത്തിന് മുമ്പ് തന്നെ അടിനെ കണ്ട് വിളിച്ചു വേർതിരിച്ച് ഇതുവരെയും അങ്ങ് നിലനിർത്തി അനേക സ്ഥലങ്ങളിൽ അങ്ങേക്ക് വേണ്ടി സാക്ഷിയായി നിൽപ്പാൻ സ്വർഗം എനിക്ക് നൽകി തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷകളെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നിശേഷമായി കേൾക്കുന്ന പ്രിയമുള്ളവർ, അവരുടെ ജീവിതത്തിൽ ഇത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, ചിലർക്ക് അതൊരു പ്രേരണയ്ക്ക് കാരണമായി തീരുവാൻ, സമർപ്പണത്തിന് കാരണമായി തീരുവാൻ സ്വർഗം ഇടയാക്കിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരോമറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി അതിന് ചുക്കാൻ കൊടുക്കുന്ന അങ്ങയുടെ ദാസനായി തന്റെ ശുശ്രൂഷകൾക്ക് വർത്തം കൊടുക്കുന്ന മറ്റു പ്രിയമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. അനേകർക്ക് നടുവിൽ അത് ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി, ഒരു മാധ്യമമാക്കി സ്വർഗം തീർക്കുമാറാക്കണം. മഹത്വം എടുക്കണം, വരവനായിട്ടൊരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ശുശ്രൂഷകൾക്കിടെ കേട്ട എല്ലാ പ്രിയമുള്ളവരുള്ള നന്ദി വന്ദനത്തെയും അറിയിക്കുന്നു. സ്വർഗം നമ്മേവരെയും അനുഗ്രഹിക്കുന്നു. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രിൻസ് കെ ജോൺസൺ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളുടെ നല്ല ഓർമ്മ അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയും മഹത്വവും കരയേറ്റുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ളതായ നന്ദിയും കടപ്പാട് വിതരണത്തിൽ അറിയിക്കുകയാണ്. പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് ഈ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 37 വർഷം കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ചെയ്ത് നിത്യതയിൽ വിശ്രമിക്കുന്ന ആ വാത്സല്യ മാതാപിതാക്കന്മാരെ ഈ സമയം സ്മരിക്കുന്നു. അവർ
കടന്നുപോയ പാതകൾ വളരെയേറെ തിക്താനുഭവങ്ങൾ നിറഞ്ഞത്, വേദന നിറഞ്ഞത്, കല്ലും മുള്ളും നിറഞ്ഞതായ പാതകളിലൂടെ അവർ സഞ്ചരിച്ച് തീർത്തപ്പോൾ അവരെ അതിനായി പ്രേരിപ്പിച്ച ഊർജമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്രൂശിലെ സ്നേഹം ഒന്ന് മാത്രമായിരുന്നു. എന്നാൽ മാനുഷികമായി നോക്കുമ്പോൾ മക്കൾ അത് എത്രത്തോളം ഉൾക്കൊള്ളണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവർ കാണുന്നതായ നഗ്ന യാഥാർത്ഥ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിയാതെ, നല്ല ഒരു ആഹാരം കഴിക്കാനോ നല്ലൊരു വസ്ത്രം ധരിക്കുവാനോ നല്ല നിലയിൽ പഠിക്കുവാനോ, നേരത്തെ ഓർപ്പിച്ചു, ചുരുക്കം കാലയളവ് കൊണ്ട് 7 സ്കൂളുകൾ മാറി 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 പഠിക്കാൻ ഇടയായി തീർന്ന സാഹചര്യം, അതൊക്കെ എന്ന് പറയുന്നത് വളരെ വേദന ഉളവാക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ബദ്ധപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിലൂടെയൊക്കെ കടന്നു പോകുന്ന അല്ലെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മാതാപിതാക്കന്മാർ പോയതായ അല്ലെ അവർ ചെയ്തതായ ആ ശുശ്രൂഷ തുടർന്ന് ചെയ്യുവാൻ പലപ്പോഴും അവരെ വൈമുഖ്യം കാണിക്കുന്ന ഒരു തലമുറ ഇന്ന് നമ്മുടെ സമൂഹത്തുണ്ട്. പൊതുവെ ഇന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവരുടെ എണ്ണം വളരെയേറെ കുറഞ്ഞിരിക്കുകയാണ്. ദൈവദാസന്മാരുടെ തലമുറകളോ ദൈവമക്കളുടെ തലമുറകളോ ഒക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം മറുവശത്ത് ഒരിക്കലും നമ്മൾക്ക് നമ്മുടെ ചിന്താഗതിയിൽ നമ്മൾ വിചാരിക്കും ഒരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തികളെ ദൈവം എന്ന് ശുശ്രൂഷയ്ക്കായിട്ട് അഭിഷേകം ചെയ്ത് ഭരമേൽപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല. സ്തോത്രം. എന്നാൽ അഹരോന്യ പൗരോഹിത്യം അത് തലമുറകളായി കൈമാറണം എന്നുള്ളത് വചനവ്യവസ്ഥ ആണ്. കർത്താവിൻ്റെ ദാസനെ വാത്സല്യ പിതാവ് ഉപയോഗിച്ചതായ ഏതാണ്ട് 47 വർഷം പഴക്കമുള്ള ആ വിശുദ്ധ തിരുവെഴുത്തുകൾ ഇന്ന് കരങ്ങളിൽ വഹിക്കുവാൻ ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. പിതാവ് സമ്പാദിച്ച മറ്റേതെങ്കിലും ഒരു സ്വത്തിനേക്കാൾ ഉപരിയായി ആ പിതാവ് കൊണ്ടു നടന്ന, പ്രസംഗിച്ച, വിതച്ച ആ വിത്തിൻ്റെ കുട്ട അത് ഇന്ന് ദൈവകരങ്ങളിൽ ഇന്നും സജീവമായി ആയിരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് ദൈവദാസനെയും ശുശ്രൂഷ മണ്ഡലങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രതിസന്ധികളുടെയൊക്കെ നടുവിലൂടെയാണ് കടന്നു പോയെങ്കിൽ പോലും കർത്താവ് വിളിച്ചപ്പോൾ, കർത്താവിൻ്റെ സമയമായപ്പോൾ, ശുശ്രൂഷ ഭരമേൽപ്പിച്ചപ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ തയ്യാറായി. ഇന്ന് വടക്കേ ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കുടുംബമായി കർത്തൃവേലിൽ വർദ്ധിച്ചു വരുവാൻ ആ ശുശ്രൂഷ പിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയതായ ആ ഒരു പൈതൃകം അത് വരും തലമുറകൾക്കും കൈമാറുവാൻ, അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായിരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ സാക്ഷ്യം അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും എന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ വിടുതലിന്, ദൈവപ്രവർത്തിക്ക് കാരണമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ
aroma matrimony 2020@gmail.com.